നമോ നാരായണായ. ഘോരമായ വനത്തിലെത്തിയപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നാലുപുറവും നോക്കി അമ്പും വില്ലും പിടിച്ച് മുമ്പിൽ ലക്ഷ്മണനും പിന്നെ സീതാദേവിയും ഏറ്റവും പിന്നിലായി ശ്രീരാമനും നടക്കുക. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയായി മായാപ്രകൃതി എന്ന പോലെ അവിടെ താമരപ്പൊയ്കയിൽ നിന്ന് വെള്ളം കുടിച്ച് വൃക്ഷത്തണലിൽ വിശ്രമസുഖമനുഭവിക്കാൻ ശ്രീരാമന് അല്പസമയം മാത്രമേ ലഭിച്ചുള്ളൂ. പെട്ടെന്നാണ് രാക്ഷസന്റെ ഭീഷണി പ്രത്യക്ഷമാകുന്നത്. ഭീകരമായ ഒരു മഹാസത്വമായിരുന്നത്. അമ്പും വില്ലുമായി ശ്രീരാമൻ എഴുന്നേറ്റു നിൽക്കാൻ ഒട്ടും താമസമുണ്ടായില്ല. ലക്ഷ്മണന് ധൈര്യവും സീതാദേവിക്ക് ആശ്വാസവും പകർന്നുകൊണ്ട് രാക്ഷസനെ എതിരിടാൻ ശ്രീരാമൻ തയ്യാറായി. ലക്ഷ്മണ, നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരിഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം. നല്ലൊരു ശരമൂരി പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം, വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും. നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായാശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും. എന്നാലൊരു ഭീതിയുമുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലാം മാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ. കൽഹാരോൽപല കുമുദാംബുജ രക്തോൽപല ഫുല്ലപുഷ്പേന്ദീവര ശോഭിതമച്ചാജലം. തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലി പുനരിരുന്നു യഥാസുഖം. വിരാതവധം. അന്നേരമാശു കാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവം. ഉദ്ധൂതവൃക്ഷം കരാളോജ്വല ദംഷ്ട്രാന്വിത വക്ത്രഗഹ്വരം ഘോരാകാരം ആരുണ്യനേത്രം വാമാംസ സ്ഥലന്യസ്ത ശൂലാഗ്രത്തിങ്കലുണ്ടു. ഭീമശാർദൂലസിംഹ മഹിഷ വരാഹാദി വാരണമൃഗ വനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചും കൊണ്ടുച്ചത്തി അലറി വന്നിടിനാനതു നേരം. ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ, ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരനീ. വല്ലഭേ ബാലേ സീതേ പേടിയായി ഗേതുമെടോ. വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവനല്ലോ.